ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ ആയിട്ട് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഇതേപോലത്തെ മാല ഉണ്ടാക്കിയെടുത്താലോ? അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ക്ലേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലേ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ക്ലേ എടുത്ത് ആദ്യം തന്നെ നന്നായിട്ട് നീഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നീഡ് ചെയ്താൽ മാത്രമാണ് ക്ലേ പെർഫെക്റ്റായിട്ട് നമുക്ക് ഫിനിഷിംഗ് ലുക്കിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിനുശേഷം അതിനതായി ഇതേപോലെ ഒന്ന് റോൾ ചെയ്യുക. എന്തായാലും മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ ഈസി ആവാൻ വേണ്ടിയിട്ട് ഒരു പെന്നെടുത്തിട്ടാണ് റോൾ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഒരു റൗണ്ട് പീസ് ഇതേപോലെ ആ ക്ലേയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? ഇതിന് ശേഷം ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീണ്ടും അതിനേക്കാളും ചെറിയൊരു റൗണ്ട് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. കട്ടായി പോവരുത്. ജസ്റ്റ് ആ ഷേപ്പ് ഒന്ന് ജസ്റ്റ് ഹാഫ് സർക്കിൾ വരില്ലേ, ഒരു കേവ് പോലെ, അതുപോലെ ഇതേപോലെ ആക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ തൊട്ട് മുകളിൽ കുറച്ചും കൂടെ വലിയ സർക്കിൾ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ. അതായത് ഒരു 2 ലൈൻ ഇതേപോലെ ഒരു സർക്കിൾ വരുന്ന വിധത്തിൽ. അതിനുശേഷം അതിൻ്റെ ഉള്ളിലോട്ട് ചെറിയ ഇങ്ങനത്തെ നൈഫ് പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കോറി കോറി ഇടുന്ന പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് കട്ട് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നന്നായി കാണാം കേട്ടോ. ഇനി അതിന് ശേഷം ആ ഒരു 2 സർക്കിൾ വരച്ചതിൻ്റെ ഉൾഭാഗത്ത് നമ്മളിങ്ങനെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഡോട്ട് ലൈൻ പോലത്തെ ഒരു സംഭവം വരും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ക്ലേ ഇതേപോലെ ബോൾ പോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കുക കേട്ടോ. ഈ കാണുന്ന പോലെ ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പാണ്, പക്ഷേ കുറച്ചുകൂടെ വലുതായിട്ട് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് കുറച്ച് വലുതായി പോയി. ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും വെച്ചിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിഭാഗം ഒന്ന് കേവ് ചെയ്ത് കൊടുക്കണം. മുകൾ ഭാഗം ഒന്നിങ്ങനെ ഷാർപ്പല്ല, കുറച്ചുകൂടി തിന്നാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭാഗം കുറച്ച് ഞാൻ കട്ട് ചെയ്ത് ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അധികം ഷാർപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. താഴത്ത് വരുന്ന ഭാഗം ഒന്നിങ്ങനെ മടങ്ങി വരുന്ന പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് ഇതിനെ വെച്ച് കൊടുക്കാം. പിന്നെ ആ ചെറിയ പീസ് കട്ട് ചെയ്തില്ലേ, അതിനെ നമ്മൾ എടുത്തിട്ട് ഒന്ന് ബോളാക്കി കൊടുത്തിട്ട് ഇതിലോട്ട് ഒരു കമ്പി കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ആ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ചെറിയൊരു ബോൾ എടുത്തിട്ട് ഇങ്ങനെ ഒരു കോൺ ഷേപ്പ് പോലെ ജസ്റ്റ് ഉണ്ടാക്കി അടിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മളൊരു കമ്പി വെച്ച് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു സ്ട്രോ എടുത്തിട്ട് സ്ട്രോയുടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു സ്ലാൻഡിങ് ഷേപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തുണ്ടല്ലോ, കർവ് ചെയ്തതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഷേപ്പുകൾ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സ്ട്രോ ആണ് നല്ലത്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ പെന്നിൻ്റെ റീഫിൽ എടുത്തിട്ട് ഇതേപോലെ കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ട്രെൻഡിങ് ആയിട്ട് ഒരു കാലത്ത് ഉണ്ടായിരുന്നൊരു ഡിസൈനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്യുന്നു മാത്രം. എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ളതാണ്. ഇനി കുറച്ച് ബോൾസ് നമ്മൾ കമ്പിയിൽ കുത്തിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലുതാക്കിയിട്ട് ഒരു ബോൾ എടുത്തിട്ട് ഒരു യു പിൻ പോലെ കൊടുത്തിട്ട് അതിലോട്ട് വേറൊരു പിന്നും ഇങ്ങനെ കേവ് പോലെ യു പിൻ പോലെ ആക്കിയിട്ട് അതിലോട്ട് കോർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഫിനിഷിങ് മോഡൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാവും കേട്ടോ. മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് സൂം ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഈ ബോളൊക്കെ ഉണങ്ങിയതിന് ശേഷം ഫിക്സ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ഇതേപോലെ പോരും കേട്ടോ. ആദ്യം തന്നെ ബോളിൽ കമ്പി കുത്തി ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കുത്തി കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതിന് മാല കോർക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇതേപോലെ തന്നെ ഒരു കമ്പി വളച്ചെടുത്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. കമ്പി വളയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വളച്ചെടുത്ത കമ്പി വെക്കുമ്പോൾ ഈ ഹോളുണ്ടല്ലോ, ഹോൾ ഈ 2 സൈഡിലോട്ടും ഇങ്ങനെ വരണം. അല്ലെങ്കിൽ നമ്മളുടെ മാല കോർക്കുമ്പോൾ ഓപ്പോസിറ്റായിട്ട് തിരിഞ്ഞു പോകും. അങ്ങനെ ഇരിക്കരുത്. എപ്പോഴും നമ്മൾ മാല കോർക്കുന്ന സൈഡിലോട്ട് ഹോൾ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഉണങ്ങാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് ബ്ലാക്ക് കളർ കൊടുത്തെടുത്തു കേട്ടോ. അപ്പോൾ ബ്ലാക്ക് വൈറ്റ് ആയതുകൊണ്ടാണ് ആ ഒരു ബ്ലാക്ക് കളർ കൊടുത്തെടുത്തത്. ബ്ലാക്ക് കൊടുത്തിട്ട് അതിനെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ബേക്കിംഗ് ചെയ്യുന്നതല്ല, ഡ്രൈ ആയതുകൊണ്ടാണ് കേട്ടോ.
ഇനി ഇതിലോട്ട് കുറച്ച് കളേഴ്സൊക്കെ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കളേഴ്സ് കൊടുക്കാം കേട്ടോ. ഇത് ഒരു സമയത്ത് ഭയങ്കര സെയിൽ, എനിക്ക് ഒരുപാട് സെയിലുണ്ടായ ഓർഡറാണ് കേട്ടോ, നമ്മുടെ ടെറാക്കോട്ട ഡിസൈൻ. ഇപ്പോൾ ഈ ഓണമൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളി ലുക്കിൽ ഒരുങ്ങാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കുറച്ചധികം മോഡൽസ് ഞാൻ 2 കളേഴ്സിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. കുറേ ഓർഡേഴ്സ് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ പിങ്ക് ആൻഡ് ബ്ലൂയിലോ ഗ്രീൻ ആൻഡ് പിങ്കിലോ ഗോൾഡിലോ ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ബീക്കിന് നമ്മളൊരു ബ്രോൺസ് കളറാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മുകളിൽ നമ്മൾ ബീഡ് കുത്തി കൊടുത്തില്ലേ, അതും ഒരു ബ്രോൺസ് ലുക്കിലാണ് കേട്ടോ, ഒരു പീക്കോക്കിൻ്റെത്. പിന്നെ ഒരു കണ്ണ് ഒക്കെ അവിടെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളറൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യാം. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് കേട്ടോ. വെക്കേഷനൊക്കെ പോയി വന്നിട്ട് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയതാണ്, പോകണമല്ലേ, അപ്പോൾ കുറച്ചൊന്ന് ഇടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു വിങ്സ് വരുന്ന ഭാഗത്തും ഒന്നൊന്ന് അട്രാക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നൊരു ബ്രോൺസ് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗോൾഡ് വേണമെങ്കിലും കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, നമ്മളുടെ ഇഷ്ടമാണ് എങ്ങനെയൊക്കെ വരണം എന്താണെന്നൊക്കെ കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ചാനൽ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് ഓണത്തിന് പറ്റി ഇതേപോലത്തെ കുറേ വർക്കുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ കമൻറ്റ് പറയണേ. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബ്രോൺസ് കൊണ്ട് കുത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കുറച്ച് ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് ഇരുന്നോളും. അത് മാത്രമല്ല നമ്മളുടെ ഡ്രസ്സിലൊക്കെ തട്ടിയാലും ഇതൊന്നും ഒരിക്കലും നാശമാവാതെ ഇരിക്കും കേട്ടോ. ഇനി അതിന് ശേഷം വാർണിഷും കൂടെ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്തിട്ടുള്ള പീസുകളുടെ പിക്ചറുകളാണ് കേട്ടോ. കുറേ മുന്നേ ഇതുപോലെ വേറെ ഈ ഒരു കളറിലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കളേഴ്സിൽ ഈ ഒരു 2 കളേഴ്സിലാണ് എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.